മാമാ വൈകുന്നേരമാണോ പത്രം വായിക്കണേ? മക്കളെ വർഷാപ്പിൽ ഇത്തിരി പണിയുണ്ടായിരുന്നടേ, അതുകൊണ്ട് രാവിലെ പത്രം വായിക്കാൻ പറ്റിയില്ല. രാവിലത്തെ പത്രം രാവിലെ വായിച്ചല്ലേ സുഖമുള്ളൂ അല്ലേ? എപ്പോഴെങ്കിലും വായിക്കട്ടെ ചേച്ചി. ആ ഈ വെട്ടണൊക്കെ കറക്റ്റ് ആണോ? എനിക്ക് അറിഞ്ഞൂടാ. പൂ വന്ന് വാടിപ്പോയില്ലേ, ആ ഭാഗമാണ് വെട്ടി കൊടുക്കേണ്ടത്. എന്നാലേ അവിടുന്ന് പുതിയ മുള വരത്തുള്ളൂ. ഇതുപോലത്തെ ആ അതന്നെ. ഇതൊരു വാക്കില്ലേ കത്രിക? നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കായിരുന്നാ? നിങ്ങൾ അറിഞ്ഞില്ലേ എന്തോന്ന്? നമ്മുടെ റെസിഡൻസ് മേഖലയില്ലേ മികച്ച ദമ്പതിക്കുള്ള ഇതാ തെരഞ്ഞെടുത്ത ആർക്കെന്നറിയോ? മേശ അങ്കിളിന് പരിചാരിക്കുകയാണ്. നമ്മൾ പങ്കെടുത്തിട്ടെങ്കിൽ നമുക്ക് കിട്ടിയാണ്. പിന്നല്ലാതെ. ഒന്ന് പോ അമ്മ, നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോണില്ല. അയ്യ, നമ്മളൊന്ന് ഇറങ്ങി നോക്കട്ടെ, അപ്പൊ അറിയാം. മക്കളെല്ലാരും അങ്ങ് മാറി നിൽക്കും. അതാണ് മക്കളെ അങ്ങോട്ട് നോക്ക്, വലിയ സദസ്സിൽ വെച്ചാണ് കൊടുക്കുന്നത് ഈ സമ്മാനം. അതില് കാര്യമില്ല. ഈ നമ്മളെന്ന് ഉദ്ദേശിച്ചത് ആര്? അപ്പച്ചിയും രാമങ്കളും ആണോ അതോ അമ്മയും അച്ഛനും ആണോ? എവരെന്തിന് ഞാൻ ഉദ്ദേശിക്കണത്? ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. അതോ അങ്ങനെ ഒരു പറച്ചില്. ഇവരെന്ത് ഉദ്ദേശിച്ച എന്ത് പ്രശ്നം? ഞങ്ങൾക്കെന്ത് പ്രശ്നം? അയ്യോ, നിങ്ങളെ പോലെ പ്രായമായ ആൾക്കാർ പങ്കെടുക്കുന്ന കാര്യമല്ല. ഈ പ്രായ ആൾക്ക് നല്ല ദമ്പതികളായി കൂടി. അതെന്തോ ആവാതിരിക്കാം, പക്ഷെ ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ചെറുപ്പക്കാരായ ദമ്പതികളൊന്നും ഒരിടത്ത് എഴുതിയിട്ടില്ല. ദമ്പതികൾ എന്ന് എഴുതിയിട്ടുള്ളൂ. അത് ചെറുപ്പക്കാരായാലും പ്രായമായാലും ദമ്പതികൾ. അയ്യോ ചേച്ചി, ദമ്പതി തന്നെ. പക്ഷെ പ്രായമാകുന്നോളം അടിയും പിടിയും വഴക്കൊക്കെ ആ സ്നേഹം അങ്ങ് പോവും. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെറുപ്പക്കാര്? ഫുൾ റൊമാൻറ്റിക് അല്ലേ? ചുമ്മാ നാട്ടുകാരെ കാണിക്കാനുള്ള അഭിനയമല്ല. അടിയും പിടിയൊക്കെ വരുന്ന അനുസരിച്ച് സ്നേഹം അങ്ങോട്ട് കൂടും. സ്നേഹം കൂടുമ്പോ റൊമാൻസ് കൂടും. അതാണ്. എവിടെ എന്നിട്ട് നിങ്ങൾ തമ്മിൽ റൊമാൻസ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ റൊമാൻസ് ഉണ്ടോ ഞാനല്ലേ പറയണ്ടേ? അങ്ങനെ പറഞ്ഞ അങ്ങനെ പറ്റൂ? അങ്ങനെയൊന്നുമല്ല. ആൾക്കാർക്കും തോന്നണം, കണ്ണിന് കുളിർമ വേണം ഒരു കപ്പിളിനെ കാണുമ്പോ. മനസ്സിലായ? ഭയങ്കര കുളിർമയാണെന്നാണോ വിചാരം നിങ്ങളെ കാണുമ്പോഴത്തേക്ക്? നമുക്ക് എന്താണ് ഒരു കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. നിനക്കെന്ത് പ്രശ്നം ഞങ്ങളെ കാണുമ്പോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. റാമായണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഫുൾ റൊമാൻറ്റിക് പയ്യനാണ്. ആ ഒരു പാട്ട് ഡാൻസ് കളിച്ച് വരുന്ന, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് തരുന്നത്. അണ്ണ അങ്ങനെ വല്ലതാണ്? വേറും ബേസിക്കലല്ലേ അണ്ണ? നിന്റെ കെട്ടി എപ്പോഴും ചാടി നടക്കും. പക്ഷെ എന്റെ ചേട്ടൻ റഫ് ആൻഡ് ടഫ് ലുക്ക് ആണെങ്കിൽ ഉള്ളില് മനസ്സിൽ ഭയങ്കര സ്നേഹമാണ്. അത് ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? ഭാര്യ എന്നുള്ള രീതി ഞാൻ മാത്രം. ഈ ഉള്ളിൽ വെച്ചോണ്ടിരുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെക്കണം, ഞാൻ റൊമാൻറ്റിക് ആണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് ഇങ്ങനെ എഴുതി ഒട്ടിക്കേണ്ടി വരും ഇവിടെ. ഓഹോ, അപ്പൊ നീ വെല്ലുവിളിക്കാണ് രവിയേട്ടന് സ്നേഹമില്ല, രവിയേട്ടൻ റൊമാൻറ്റിക് അല്ല. വിളിക്കേണ്ട ആവശ്യമില്ല, അതാണ് സത്യം. എന്നാ നിന്റെ ധാരണ ഞാൻ തിരുത്തി തരും. എങ്ങനെ? ഞാൻ കാണിച്ചേരാ എങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇനി കാണാൻ പോയുള്ളൂ. കാണിച്ചേരട്ടെ? കാണിച്ചുതരാം. ഇന്ന് മുതൽ അത് ചെയ്ത് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് മത്സരിക്കാം കേട്ടാ. അപ്പൊ കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ നിനക്ക് കാണിച്ചു തന്നിട്ട് തന്നെ വേറെ കാര്യം, നമ്മളെ ഭർത്താക്കന്മാരിൽ ആർക്കാണ് ഭാര്യയോട് സ്നേഹം കൂടുതലെന്ന് ഞാൻ തെളിയിക്കാം. എനിക്കാണ് കൂടുതൽ. എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരണം, അത്രേ ഉള്ളൂ. അപ്പു, ഇവർക്കിത് എന്തു പറ്റി? ഇത്രയും കാലം ഇല്ലാത്തൊരു പരീക്ഷണം. കാണാൻ പോണ പൂരം ദൈവത്തിനറിയാം. രവിയേട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടാ? എന്റെ മണി, ഞാൻ എല്ലാം കേട്ട്. നീ കിടക്കാൻ നോക്ക്. എന്തോന്ന് കേട്ട്? ആ രമേശ് സാറിനും വനജ ചേച്ചിക്കും അവാർഡ് കിട്ടിയപ്പോഴല്ലോ അസൂയ മൊത്തം ആർക്കാണ്? നിങ്ങളുടെ അനിയത്തിക്ക് തന്നെ. എടി, ഞാൻ പറഞ്ഞില്ല എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പിന്നെ അത് എന്തോന്നു? അവള് പറയണേ രാമൻ അവളോട് ഏറ്റവും കൂടുതൽ ഭയങ്കര സ്നേഹമാണ് മറ്റുള്ളവരെക്കാളും ഒക്കെ. അവള് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവർക്കേ സമ്മാനം കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ് എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ സ്നേഹം തന്നെയാണ്, പക്ഷേ അവരൊന്നും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് സമ്മാനവും കിട്ടുന്നില്ല. മനസ്സിലായോ? മനസ്സിലായത് വിട്. അപ്പൊ അവള് പറയുന്നത് പറയാം, ബാക്കിയുണ്ട് നിങ്ങൾ പറഞ്ഞത് എന്തോന്നും രവിയേട്ടാ എനിക്ക് പറയാൻ സമ്മതിക്കില്ലല്ലോ. അവള് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് രവിയേട്ടന് എന്നോട് സ്നേഹം ഇല്ലാത്തോണ്ടാണെന്ന്. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാ? നിനക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടാ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് ഞാൻ ഊഹിച്ചെടുത്തത് കൊണ്ട് എനിക്കറിയാം. അല്ലാതെ ബാക്കിയുള്ളവർക്ക് തോന്നും പോലെ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ അനിയത്തിക്ക് എന്നെ തോന്നണില്ലേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന്? അതുപോലെ നാട്ടുകാർ അതല്ലേ വിചാരിക്കുള്ളൂ. മണി, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ്. അത് നമ്മുടെ പെരുമാറ്റത്തിലാണ് കാണിക്കേണ്ടത്, അല്ല മറ്റുള്ളവരെ കാണിക്കുക. അതൊക്കെ പ്രകസനമാണ് മണി. ചില സമയത്തെ ഇച്ചിരി പ്രഹസനമൊക്കെ വേണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ അനിയത്തി തന്നെ ഇത് പറയണമെങ്കിൽ നാട്ടുകാർ എന്തൊക്കെയായിരിക്കും പറയണത്? അങ്ങേര് മുരടനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ആ ഭാര്യയോട് ഒരു സ്നേഹവും ഇല്ലെന്നല്ലേ വിചാരിക്കുള്ളൂ. നാട്ടുകാരെ ബോധിപ്പിക്കാനാണല്ലോ നമ്മൾ സ്നേഹിക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കണം, മറ്റുള്ളവരെ കാണിച്ച് സ്നേഹിക്കണം. അംഗീകാരം കിട്ടണമെങ്കിൽ ചിലപ്പോൾ കാണിച്ച് നടക്കേണ്ടി വരും. അതെന്ത് മനസ്സിലാക്കാത്ത? അങ്ങനെ തന്നെ വേണം. എനിക്കല്ല അറിയാം. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് കിടക്കാൻ നോക്കുവാ. പിന്നെ കിടക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, ഞാനും ചിന്നും തമ്മിലേ ചെറിയൊരു കോമ്പറ്റീഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. എന്തിന്?
ആരുടെ ഭർത്താവിനാണ് കൂടുതൽ സ്നേഹം എന്നറിയാൻ. എടി ചിന്നു എന്റെ അനിയത്തി, രാമ എന്റെ അളിയൻ, നമ്മൾ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ. എന്തോന്നൊക്കെ എനിക്ക് കാണിക്കുന്നത്. ഈ പറച്ചിൽ കേട്ടതൊന്നും അങ്കത്തട്ടിൽ പോയി പടം വെട്ടാൻ പറഞ്ഞെന്ന് അതൊന്നും അല്ല പറയുന്നത്. റോഡ് സൈഡിൽ പോയി കാണിക്കുകയും വേണ്ട. നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഈ പരിസരത്തിനകത്ത് വെച്ച് അവരെ മുന്നിൽ വെച്ച് സ്നേഹമാണ് എന്ന് ഇച്ചിരി കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അഭിനയിക്കണം. നീ വാ, അഭിനയിക്കണ്ട, ഉള്ള സ്നേഹം കാണിച്ചാൽ മതി. നീ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂലേ? ചെയ്യോ? ഓ നീ വാ, നീ ലൈറ്റ് ഓഫ് ഇട്ട് വാ. രവിയണ്ണ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി കാണിക്കുവോ? ഞാൻ കാണിക്കാം. അല്ലെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹമല്ലേ, അത് പിന്നെ കാണിക്കണം. എന്നിട്ട് ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവരും കൂടെ അറിയണ്ടേ. എന്റെ മണിക്കുട്ടി ഞാൻ ചെയ്യാം. വാ, നീ ലൈറ്റ് ഓഫ് ചെയ്യ്, നേരെ കിടന്ന് ഉറങ്ങത്ത്. ഓക്കെ. എന്തോ ചേട്ടാ ഒന്നും പറയാത്തത്? എന്നാലും അണ്ണനെ ചേട്ടത്തേക്ക് തോപ്പിച്ചിട്ട് ഞാൻ പിന്നെ എങ്ങനെ അവരെ മുഖത്ത് നോക്കും? ചേട്ടൻ പറയട്ടെ, ഇതെന്ത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആണെന്ന്. എന്തൊന്നും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കോ തോറ്റുപോയ? ചേട്ടൻ നിസ്സാരമായ ഒരു സില്ലി മത്സരം. എന്നാലും അത് വേണം. ഇതിന്റെ അകത്ത് ഇപ്പൊ എന്തോന്ന് പാടി. ഞാനിത് വേണ്ടെന്ന് പറഞ്ഞാണ്. മണിയാണ് എന്നെ വിരിവിരിപ്പിച്ച് പെറ്റ് വെച്ചത്. അപ്പൊ എനിക്ക് ഒരു നാണോ മാനോ ഇല്ലേ? ചേട്ടത്തി ഉള്ളതുകൊണ്ടാണ്. നിന്റെ അണ്ണനെ മാത്രം തോപ്പിക്കാനാന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്റെ അണ്ണനെ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും മണിക്കൊരു വിചാരമുണ്ട്, അണ്ണൻ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ്, അണ്ണൻ മാത്രമേ മണിയെ സ്നേഹിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ എന്റെ ഭർത്താവ് നല്ലതാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ? സ്നേഹം ഉണ്ടെന്ന് എനിക്ക് കാണിക്കണ്ടേ? അത് വേണം. എന്നാലും അതിന് വേണ്ടി ഒരു മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഇത് സിമ്പിളാണ് ചേട്ടാ. ചേട്ടൻ എന്നെ നാറെ ഇങ്ങനെ വാരിക്കൊരു സ്നേഹം കൊണ്ട് കുഴിച്ചു മൂടണം. ശ്ശെ, അങ്ങനല്ല, സ്നേഹം കൊണ്ട് മൂടണം. മൂടാ. അങ്ങനെ സ്നേഹം കാണിച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചോളൂ. ശരി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓ ഓക്കെ. ഈ മോഹം വെച്ചോണ്ട് പോയാൽ നമ്മൾ തോക്കേ ഉള്ളൂ. ഓക്കെ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അമ്പലത്തിൽ പോണം, പിന്നെ ബീച്ചിൽ പോണം, സിനിമയ്ക്ക് പോണം, ഷോപ്പിങ്ങിന് പോണം, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോണം. ഇതിനൊക്കെ പോകാൻ പൈസ എവിടെ? പൈസ നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. നീ ആ വാടക കിട്ടിയ പൈസ ഇങ്ങോട്ട്. അയ്യോ, അതെടുക്കാൻ പറ്റൂല. അതെടുക്കാൻ പറ്റൂല. സ്നേഹം വേണം ചേട്ടാ. അത് ഓരോ ആവശ്യങ്ങൾക്ക് വെച്ചേക്കണം, അതെടുക്കാൻ പറ്റൂല. പിന്നെ ഈ പൈസക്ക് എന്ത് ചെയ്യും? ചേട്ടൻ എന്തെങ്കിലും ഒന്ന് മറിക്കേട്ടാ. എനിക്ക് ആ മണിയുടെ ഫ്രണ്ടിൽ ഞാൻ തല കുറച്ച് നോക്കണ്ടേ? മറിക്കാം. ഓ മൂടാം, മറിക്കാം. എന്തൊന്ന് മൂടാം? സ്നേഹം കൊണ്ട് മൂടാം. പൈസ ഞാൻ മറിക്കാം. പോരെ? എവിടെ പോണ ചേട്ടാ? ഓടോ പോണില്ലടി, ഞാൻ പോട്ടെ. എന്തിനും പോണ? മറിക്കണ്ടേ? കിടക്കണ്ടേ? ഓ കിടക്കണ്ടേ. നാളെ രാവിലെ മറിച്ചാ. ഓ ശരി. ആ, നേരത്തെ എണീച്ചാ? ഓ രാവിലെ എണീറ്റ് മക്കളെ. ചായ എടുക്കട്ടോ മാമ? കണ്ട ഇപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരണ അരിയില്ലേ. അതിന് പുറത്തു പോയി ചായ കുടിച്ചേ? പുറത്ത് ചായ കുടിക്കുന്ന സുഖം. ഓരോരോ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. അതെ അതെ, രാവിലെയൊക്കെ നല്ല ശീലമാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് മറ്റേ കുണ്ടണി ശീലം പറഞ്ഞത്. എന്തൊരു കുണ്ടണി ശീലം? ഡാടാ, ഞാൻ വെള്ളം അടിക്കണമെങ്കിലേ എന്റെ പൈസ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്, നിന്റെ പൈസ ഒന്നും അല്ലല്ലേ. നീ ഇങ്ങോട്ട് കൂടുതൽ വിടണ്ട. പോ വിടണ്ട. ആ എന്നാ വിടുന്നില്ല, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിലാ? പതിവില്ലാതെ അമ്പലത്തില് എന്താന്നല്ലേ, ചേട്ടന് ഭയങ്കര നിർബന്ധം ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോണെന്ന്. എനിക്ക് തോന്നുന്നു എന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും കേട്ടോ. എന്തായാലും ചേച്ചി നമ്മൾ പോയിട്ട് വരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട കേട്ടോ ചേച്ചി. കാരണം ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. ചേട്ടൻ ഒരാഗ്രഹമല്ലേ? ഓ ഓക്കെ മാമ. പോയിട്ട് മക്കളെ. അയ്യോ, അമ്പലത്തിൽ പോണ പാർട്ടീസ് രണ്ടെണ്ണത്തിന് ഭക്തി സൈഡിൽ കൂടെ പോവാത്ത സാധനങ്ങളാണ്. മാമൻ എന്നെ പറ്റി അറിയാലോ, ഇതുപോലത്തെ ഒരു ഭക്തി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എന്റെ കൃഷ്ണ, നമ്മൾ പോണതിന് മുന്നേ തപ്പിപ്പിടിച്ച് പോണതാണ് കേട്ടോ എന്നെ കാണിക്കാൻ വേണ്ടിട്ട്. നിങ്ങളുടെ അനന്തരം എവിടെ? ശേഷാറൻ എവിടെ? എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. സ്നേഹം കാണിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഞാനുള്ളൂ ശരിയാക്കിട്ട് വേറെ കാര്യമുള്ളൂ. എവിടെ ഇവക്കെന്ത് പറ്റി? നിങ്ങൾ രണ്ടും കൂടെ പോയത് അവക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അയ്യടി, അവക്ക് മതളവി തുടങ്ങി.